നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ STV പ്രേക്ഷകർക്കും വിഷുവാശംസകൾ. പ്രധാന വാർത്തകൾ. വീണ്ടും ഒരു വിഷുക്കാലം കൂടി. കണ്ണനെ കണി കാണാൻ വീടും വീട്ടുകാരും ഒരുങ്ങി. തൃപ്രയാർ NES തീരത്ത് മതിവര കാഴ്ചകളുമായി പുഷ്പോത്സവം തുടങ്ങി. വൈവിധ്യമേറിയ കാഴ്ചകൾ കാണാനെത്തുന്നത് ആയിരങ്ങൾ. കയ്പമംഗലത്ത് മിനി ലോറിക്ക് പുറകിൽ പെട്ടി ഓട്ടോ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. എക്സും നാട്ടുകാരും ചേർന്ന് ഓട്ടോ വെട്ടിപ്പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വാർത്തകൾ വിശദമായി. വീണ്ടും ഒരു പൊൻകണിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലുമായി ഒരു വിഷുക്കാലം കൂടി. നാടും നഗരവും ഒരുപോലെ ഒരുങ്ങിയിരിക്കുകയാണ് വിഷുവിനെ വരവേൽക്കാൻ. കുടുംബസമേതം പുത്തനുടുപ്പുകളും പടക്കം, കമ്പിത്തിരി, മത്താപ്പൂ, തലച്ചക്രം, മേശപ്പൂവ് തുടങ്ങിയവ വാങ്ങിയുമാണ് വിഷു ആഘോഷിക്കുന്നത്. തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും പാതി നിറച്ച് സെറ്റുമുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും പഴുക്കടക്കയും വെറ്റിലയും കൺമഷിയും ചാന്തും പിന്നെ ആപ്പിളും മുന്തിരിയും ഓറഞ്ചും മാങ്ങയും എല്ലാം ഒതുക്കിവെച്ച് കൃഷ്ണവിഗ്രഹത്തെ നിലവിളക്കിന്റെയും പാതി നാളികേരത്തിന്റെയും അകമ്പടിയോടെ ദർശിച്ചാൽ ഒരു വർഷം മുഴുവൻ സായുജ്യമടയാം എന്ന പഴമക്കാരുടെ മൊഴി പ്രാവർത്തികമാക്കുകയാണ് ഏവരും. വിഷുവിന് ജാതിയോ മതമോ വർണ്ണമോ പണമോ ഒന്നുമില്ല. ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ആഘോഷിക്കും ഈ കാർഷിക സമൃദ്ധിയുടെ മേടപ്പുലരിയെ. കണികാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി എന്ന വരികളെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് മലയാളികൾ വിഷു ഒരുക്കുക. വീട്ടിലെയും കൂട്ടത്തിലെയും മുതിർന്നവർ വിഷുവിന് കൈനീട്ടം കൊടുക്കുന്ന പതിവും ഈ ആഘോഷത്തിനുണ്ട്. ഈ പണം ഒരു വർഷം മുഴുവൻ സൂക്ഷിച്ചു വച്ചാൽ വീടിന് ഐശ്വര്യം കൂടുമെന്നും മറ്റു മൊഴിയുണ്ട്. തൃപ്രയാർ യോഗിനി മാതാ ബാലികാ സദനത്തിൽ വിഷു ആഘോഷം സംഘടിപ്പിച്ചു. സദനത്തിലെ ബാലികമാർ ഒത്തുചേർന്ന് പാട്ടുപാടിയും കൈനീട്ടം വാങ്ങിയുമൊക്കെയായിരുന്നു വിഷു ആഘോഷിച്ചത്. കണ്ണെന്തിനായി കണ്ണാ കണ്ണെന്തിനായി, കണ്ണെന്തിനായി കണ്ണാ കണ്ണെന്തിനായി, കണ്ണനെ കാണാത്ത കണ്ണെന്തിനായി കണ്ണാ, കണ്ണെന്തിനായി കണ്ണാ കണ്ണെന്തിനായി, കണ്ണെന്തിനായി കണ്ണാ കണ്ണെന്തിനായി, കൈകൂപ്പി വണങ്ങാത്ത കൈയെന്തിനായി കണ്ണാ, കൈയെന്തിനായി കണ്ണാ കൈയെന്തിനായി, കൈയെന്തിനായി കണ്ണാ കൈയെന്തിനായി. ചാമക്കാല ദാറുർ റഹ്മത്ത് മദ്രസയുടെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. നഹ്ജൂർ റഷാദ് അറബിക് കോളേജ് പ്രിൻസിപ്പൽ ഷാഫി ഹുദവി ഉദ്ഘാടനം ചെയ്തു. EA അബ്ദു ഹാജി അധ്യക്ഷനായി. തുടർന്ന് സൈക്കോളജിക്കൽ കൗൺസിലർ അബ്ദുൽ ഖാദർ മാസ്റ്റർ, അബ്ദു നാസർ ലത്തീഫി എന്നിവർ ക്ലാസുകൾ എടുത്തു. PK അലി ഹാജി, PA മൊയ്തു, അബ്ദുൽ ജബ്ബാർ അൻവരി എന്നിവർ സംസാരിച്ചു. പെട്ടെന്ന് എനിക്ക് അന്നൊരു ദിവസം നല്ല തലവേദന ഉണ്ടായിരുന്നു. തലവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ സ്ഥിരം തലവേദനയൊന്നുമില്ല, പക്ഷെ ചില ഉമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തലവേദന ഉണ്ടാകും. അപ്പൊ ഇവൻ എന്നോട് ചോദിച്ചു, എന്താ നീ ഒരു മൂടില്ലാതെ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സുഖമില്ല, എനിക്ക് തലവേദന പോലെ സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അതിന് വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു ഗുളിക തന്നു. എനിക്ക് ഞാൻ ആ ഗുളിക കഴിച്ചു. ആ ഗുളിക കഴിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ആശ്വാസത്തിലായി. എന്ന് മാത്രമല്ല, മനസ്സിൽ നിന്ന് എന്തെന്നില്ലാത്തൊരു സന്തോഷം വരുന്ന, എന്തും ചെയ്യാനും ഒരു പ്രതീതി ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ എനിക്ക് വളരെ നല്ലൊരു ഗുളികയായിട്ട് തോന്നി. അങ്ങനെ പിറ്റേ ദിവസവും അവൻ എനിക്കൊരു ഗുളിക ഞാൻ ചോദിച്ച് മേടിച്ചു അവൻ്റെ കയ്യിൽ. അത് എൻ്റെ ഒരു പതിവായി. പിന്നെ അവനോട് ചോദിച്ചപ്പോൾ അവൻ പരാതിയായി. അവൻ പറഞ്ഞു, ഇത് നിനക്ക് അങ്ങനെ തരാനും പറ്റില്ല, ഇത് വളരെ വില കൂടിയ ഗുളികയാണ്. കുടിവെള്ളം എത്തിയിട്ട് 3 മാസം. കമ്പനിക്കടവിൽ കണ്ണീരിന്റെ വിഷു. കമ്പനിക്കടവ് നിവാസികൾക്ക് ഇക്കുറി കഥനത്തിന്റെ വിഷു. കുടിനീരില്ലാതെ 3 മാസമായി നരകജീവിതം പേർന്നത് 30ഓളം കുടുംബങ്ങൾ. കമ്പനിക്കടവ് വടക്കേ അറ്റത്തുള്ള കുടുംബങ്ങൾക്കായി 3 ശുദ്ധജല ടാപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അർദ്ധരാത്രി കഴിഞ്ഞും കുടവുമായി കാത്തിരിക്കുന്നവർക്ക് കണ്ണീരോടെ മടങ്ങാനാണ് എന്നും വിധി.
2 കിലോമീറ്റർ അകലെ പഞ്ഞമ്പള്ളി സെന്ററിൽ നിന്നും വടക്കുഭാഗത്ത് അറപ്പത്തോട് കടന്ന് ചാമക്കാല നിന്നുമാണ് ഇവർ കുടിവെള്ളം കൊണ്ടുവരുന്നത്. വൃദ്ധരും രോഗികളും മാത്രമുള്ള നിരവധി വീടുകൾ ഇവിടെയുണ്ട്. ഇവർ ഉപ്പുവെള്ളത്തിൽ ഭക്ഷണം പാകം ചെയ്യുകയും ഉപ്പുവെള്ളം കുടിക്കുകയും ചെയ്യുകയാണ്. നിരവധി തവണ MLA-യെയും പഞ്ചായത്ത് അധികൃതരെയും വാട്ടർ അതോറിറ്റി ജീവനക്കാരെയും ബന്ധപ്പെട്ടിട്ടും ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങി വാട്ടർ അതോറിറ്റി അധികൃതർ ഉടൻ ശരിയാക്കാം എന്ന് വാഗ്ദാനം നൽകുന്നതല്ലാതെ പ്രശ്നപരിഹാരം നടത്തുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം പ്രീതി ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. തൃപ്രയാർ NES തീരത്ത് മതിവര കാഴ്ചകളുമായി പുഷ്പോത്സവം 2013 തുടങ്ങി. വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി NES വനിതാ ഫോറമാണ് പുഷ്പോത്സവം ഒരുക്കിയത്. വിവിധ നിറത്തിലുള്ള ആന്തൂറിയം, ഓർക്കിഡ്, ഹെലിക്കോണിയ, ടോർച്ച് ജിഞ്ചർ, യൂഫോർബിയ, എഡീനിയം തുടങ്ങി വിവിധ ഇനത്തിലുള്ള പൂക്കളും ചെടികളുമാണ് പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ നടന്ന സമ്മേളനം TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. കൃഷിയും പൂക്കളും വിളകളുമൊക്കെയായി ചേർന്ന നമ്മുടെ ഈ ലോകത്ത് സാധാരണ ജീവിതക്രമങ്ങളുമായി വളരെയേറെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നന്മയെ കൂടി മനസ്സുകളിലേക്ക് സ്വീകാര്യമാക്കുന്ന ഒരു സ്മരണയാണ് വിഷു ആഘോഷത്തോടെ മലയാളികൾ ആഘോഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ പഴയ മലബാർ പ്രദേശങ്ങളിൽ വിഷുവിന് കുറേ കൂടി വലിയ വികാരപരമായ ബന്ധമുണ്ട്. കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും ജനങ്ങളെക്കാൾ കൂടുതൽ പ്രകൃതിയുമായി വളരെയേറെ താതാത്മ്യമുള്ള ഒരു പ്രദേശമാണ് മലബാർ. മലബാറിലെ ജനങ്ങളുടെ സ്വഭാവം ആർദ്രതയുള്ള സ്വഭാവമാണ്. സ്നേഹിച്ചാൽ ഹൃദയം പകർന്നു കൊടുക്കും, പിണങ്ങിയാൽ അതുപോലെ ഹൃദയം പറിച്ചെടുക്കും. NES ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷനായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, VH വലപ്പാട്, PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, ജയശ്രീ രാധാകൃഷ്ണൻ, ഉഷ ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളുടെ ചിത്രരചനാ മത്സരവും സബ് ജൂനിയർ, സീനിയർ, ഹൈ സീനിയർ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഇഷ്ടഗാനാലാപന മത്സരവും അരങ്ങേറി. കിഡ്നി തകരാറുള്ളവർക്ക് ധനസഹായം നൽകിക്കൊണ്ട് നാട്ടിക പഞ്ചായത്തിലെ 100 ദിന കർമ്മ പരിപാടിയുടെ 95-ാം ദിനം പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീദേവി ഷൺമുഖൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അംഗങ്ങളായ VR വിജയൻ, MV വിമൽകുമാർ, ലിജി നിതിൻ, അംഗങ്ങളായ MK മോഹനൻ, C ശങ്കരനാരായണൻ, TK പ്രസാദ്, CS മണികണ്ഠൻ, VD സന്ദീപ്, BK ജനാർദ്ദനൻ, PSP നസീർ, PM സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി അൽനൂർ ITIയിലെ പുതിയ ബ്ലോക്കിന്റെയും അക്കാദമി ഫോർ തിയോളജിക്കൽ കരിയർ കോച്ചിംഗ് സെന്ററിന്റെയും ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. പകൽ 2-ന് നടക്കുന്ന ചടങ്ങ് പാണക്കാട് സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. MM ദാവൂദ് ഹാജി അധ്യക്ഷനാകും. കരിയർ കോച്ചിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിക്കും. PC ചാക്കോ MP മുഖ്യാതിഥിയാകും. MLA-മാരായ TA അഹമ്മദ് കബീർ, PA മാധവൻ, TN പ്രതാപൻ, KV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇനിയൊരു ഇടവേള.